ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ലൈൻ കൊമേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് DSS ആണ്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ എന്താണ്, ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇവിടെ ഒരു ഓർഗനൈസേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത് അല്ലേ. ഒരു ഓർഗനൈസേഷനകത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. ടോപ്പ് ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്. ഈ എല്ലാ ലെവലിലും ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന പലതരം സിസ്റ്റംസ് ഉണ്ട്. MIS ഉപയോഗിക്കുന്നുണ്ട്, DSS ഉപയോഗിക്കുന്നുണ്ട്, ES ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത് DSS, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഈ പേര് പോലെ തന്നെ എന്താ, ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഓർഗനൈസേഷനകത്തുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ DSS ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, DSS ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, സ്ട്രക്ചേർഡ് ഡിസിഷൻസും അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസും സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻസും എടുക്കാൻ കഴിയും. സ്ട്രക്ചേർഡ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നടപടിക്രമം ഉണ്ടായിരിക്കും, ഒരു സ്ട്രക്ചറിനെ ഫോളോ ചെയ്തിട്ടുണ്ടതായിരിക്കും. അതായത് ഇപ്പം ഓർഗനൈസേഷനകത്ത് ഒരു എംപ്ലോയി അപ്പോയിൻമെന്റ് ചെയ്യാണ്, അതിൻ്റെതായ ഒരു നടപടിക്രമം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഡിസിഷൻസ് അതാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചേർഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ എന്താ, പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനെ സ്വീകരിക്കുന്ന ഡിസിഷൻസ്, അതാണ് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. A decision support system is the system which help the management in taking business decisions. എന്താണ്, decision support system is that system which help the management in taking the business decisions. എന്താണ്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. അത് മാനേജ്മെന്റിനെ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. Here give more importance to decision supporting rather than information providing. എന്താണ്, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത് എന്താണ്, ഡിസിഷൻ സപ്പോർട്ടിങ്ങിനാണ്. DSS കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, ഡിസിഷൻസ്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ്, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ ഡിസിഷൻസ് എടുക്കുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. It has one primary objective, that is to provide managers with the necessary information for making intelligent decisions. എന്താണ്, it has one primary objective. ഇതിന്റെ ഏറ്റവും എന്താണ്, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് is to provide the managers with the information for making intelligent decisions. എന്താണ്, മാനേജേഴ്സിന് ഇന്റലിജന്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നതാണ് ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Decision support system use mathematical models, statistical techniques such as predictive modeling and probability to find solutions for better decision making. എന്താണ്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്താണ്, കുറച്ച് മാത്തമെറ്റിക്കൽ മോഡൽസും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ്, ബെറ്റർ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ DSS എന്ന് പറഞ്ഞാൽ എന്താ, ഡിസിഷൻ സപ്പോർട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് DSS. ഫോളോവിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DSS. ഒന്ന് ഫെസിലിറ്റേഷൻ ആണ്. ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, DSS ഫെസിലിറ്റേറ്റ് ആൻഡ് സപ്പോർട്ട് സ്പെസിഫിക് ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഓർ ഡിസിഷൻ പ്രോസസ്. എന്താണ്, ഡിസിഷൻ പ്രോസസ്സിനെയും ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റികളെയൊക്കെ എന്താണ്, DSS സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫീച്ചർ. അടുത്ത രണ്ടാമത്തത് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, DSS സപ്പോർട്ട് എനി ലെവൽ ഇൻ ദ ഓർഗനൈസേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. DSS എന്താണ്, ഓർഗനൈസേഷന്റെ എല്ലാ ലെവലുകളെയും ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് സപ്പോർട്ടിൽ പറയുന്നത്. ഒന്നുകൂടി പറയാൻ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, DSS സപ്പോർട്ട് എനി ലെവൽ ഇൻ ദ ഓർഗനൈസേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓർഗനൈസേഷൻ അകത്തുള്ള എല്ലാ ലെവലുകളെയും ഡിസിഷൻ മേക്കിങ്ങിനും, ലെവൽസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ടോപ്പ് ഉണ്ട്, മിഡിൽ ഉണ്ട്, ലോവർ ഉണ്ട്, ഈ 3 ലെവൽസിലും ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നതാണ് DSS എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തത് ഇന്ററാക്ഷൻ ആണ്. DSS ആർ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസ് ഡിസൈൻഡ് ഫോർ ഇന്ററാക്റ്റീവ് യൂസ് ബൈ ഡിസിഷൻ മേക്കേഴ്സ് ഓർ സ്റ്റാഫ് യൂസേഴ്സ് ഹൂ കൺട്രോൾ ദ സീക്വൻസ് ഓഫ് ഇന്ററാക്ഷൻ ആൻഡ് ദ ഓപ്പറേഷൻസ് പെർഫോംഡ്. അതായത് DSS എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസ് ആണ്, ഡിസൈൻഡ് ഫോർ ഇന്ററാക്റ്റീവ് യൂസ്. ഇന്ററാക്റ്റീവ് യൂസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആർക്കൊക്കെ, ഡിസിഷൻ മേക്കേഴ്സിനും സ്റ്റാഫ് യൂസേഴ്സിനും. അതുപോലെ എന്താണ്, പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസും സീക്വൻസുകളുടെ ഇന്ററാക്ഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യുകയും DSS ചെയ്യുന്നു. അടുത്തൊരു പോയിന്റ് ടാസ്ക് ഓറിയന്റഡ് ആണ്. ടാസ്ക് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നോ അതിലധികമോ ടാസ്കുകളെ സപ്പോർട്ട് ചെയ്യുന്നു.
അതാണ് ടാസ്ക് ഓറിയന്റഡിൽ പറയുന്നത്. DSS പ്രൊവൈഡ് സ്പെസിഫിക് ക്യാപ്പബിലിറ്റീസ് ദാറ്റ് സപ്പോർട്ട് വൺ ഓർ മോർ ടാസ്ക് റിലേറ്റഡ് ടു ഡിസിഷൻ മേക്കിംഗ്, ഇൻക്ലൂഡിംഗ് ടാസ്കുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടാസ്കുകൾ ഏതൊക്കെ വരും എന്ന് വെച്ചാൽ ഇന്റലിജൻസ്, ഡേറ്റ അനാലിസിസ്, ഐഡന്റിഫിക്കേഷൻ, ഡിസൈൻ ഓഫ് അൾട്ടർനേറ്റീവ്സ്, ചോയ്സ് എമംഗ് അൾട്ടർനേറ്റീവ്സ്, ഡിസിഷൻ ഇംപ്ലിമെന്റേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ടാസ്കുകളെയും സപ്പോർട്ട് ചെയ്ത് ഡിസിഷൻസ് എടുക്കുന്നു. അതാണ് ടാസ്ക് ഓറിയന്റഡ് എന്ന് പറയുന്നത്. അടുത്ത ഐഡന്റിഫയബിൾ ആണ്. ഐഡന്റിഫയബിൾ എന്ന് പറഞ്ഞാൽ DSS മറ്റു സിസ്റ്റത്തിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പകർപ്പെടുക്കും. അതാണ് ഐഡന്റിഫയബിൾ എന്ന് പറയുന്നത്. DSS മേ ബി ഇൻഡിപെൻഡന്റ് സിസ്റ്റംസ് ദാറ്റ് കളക്ട് ഓർ റിപ്ലിക്കേറ്റ് ഡേറ്റ ഫ്രം ദ അതർ ഇൻഫർമേഷൻ സിസ്റ്റംസ്. DSS മേ ബി ഇൻഡിപെൻഡന്റ് സിസ്റ്റംസ് ദാറ്റ് കളക്ട് ഓർ റിപ്ലിക്കേറ്റ് ഡേറ്റ ഫ്രം അതർ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓർ സബ് സിസ്റ്റംസ്. അതായത് DSS എന്ത് ചെയ്യും, ഒന്നുകിൽ എന്താണ് ഡേറ്റ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റു സിസ്റ്റങ്ങളിൽ നിന്ന് അതിന്റെ പകർപ്പെടുത്ത് വെക്കും ഡിസിഷൻ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതാണ് ഐഡന്റിഫയബിളിൽ പറയുന്നത്. അടുത്ത ഡിസിഷൻ ഇമ്പാക്റ്റ് ആണ്. ഡിസിഷൻ ഇമ്പാക്ട്, ഡിസിഷൻസിന്റെ ക്വാളിറ്റി, ആക്യുറസി, എഫക്റ്റീവ്നെസ് ഇതൊക്കെ കൂട്ടാനായിട്ട് DSS ഹെൽപ്പ് ചെയ്യുന്നു. ഡിസിഷൻ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, DSS ആർ ഇന്റൻഡഡ് ടു പ്രൊവൈഡ് ദ ആക്യുറസി, ടൈം ലൈൻസ്, ക്വാളിറ്റി ആൻഡ് ഓവറോൾ എഫക്റ്റീവ്നെസ് ഓഫ് എ സ്പെസിഫിക് ഡിസിഷൻസ് ഓർ എ സെറ്റ് ഓഫ് റിലേറ്റഡ് ഡിസിഷൻസ്. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് എടുക്കുന്ന ഡിസിഷൻസിന്റെ ക്വാളിറ്റിയും ആക്യുറസിയും ഓവറോൾ എഫക്റ്റീവ്നെസ്സും ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് DSS ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഡിസിഷൻ ഇമ്പാക്റ്റിൽ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ 7 ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. ഒന്ന് എന്താണ്, ഫെസിലിറ്റേഷൻ. ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാ ഡിസിഷൻസിനും എല്ലാ നല്ല എഫിഷ്യന്റ് ആയിട്ട് എടുക്കുന്നതിനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, DSS കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് സിസ്റ്റം ആണ്. അതെന്താ, കൂടുതൽ ഇന്ററാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്യുക, ഡിസിഷൻസ് എല്ലാ ലെവൽസിലും ഡിസിഷൻസ് എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക. ടാസ്ക് ഓറിയന്റഡ് ആണ്. ടാസ്ക് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ ഡിസിഷൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടാസ്കുകളെയും സപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത ഐഡന്റിഫയബിൾ ആണ്. ഐഡന്റിഫയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നുകിൽ എല്ലാ സിസ്റ്റത്തിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്ത് വെക്കുന്നു. പിന്നെ ഡിസിഷൻ ഇമ്പാക്റ്റ് ആണ്. അതായത് ഓവറോൾ എഫക്റ്റീവ്നെസ്, ഡിസിഷൻസിന്റെ ഓവറോൾ എഫക്റ്റീവ്നെസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് DSS ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തിനി നമ്മൾ നോക്കാൻ പോണത് കമ്പോണൻസ് ഓഫ് എ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ആണ് DSS ഡേറ്റാബേസ്. The database draws on a variety of sources, including data internal to the organization, data generated by applications, and external data purchased from third parties or mined from the internet. അതായത് DSS ഡേറ്റാബേസ് ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഡിഫറെന്റ് സോഴ്സസിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇൻക്ലൂഡിംഗ് ഡേറ്റ, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന വെച്ചാൽ ഡേറ്റ ഇന്റേണൽ ടു ദ ഓർഗനൈസേഷൻസ് ആണ്. ഓർഗനൈസേഷന്റെ അകത്തുള്ള ഡേറ്റ ആവാം. ഡേറ്റ ജനറേറ്റഡ് ബൈ ആപ്ലിക്കേഷൻസ്, അതായത് വിവിധ ആപ്ലിക്കേഷൻസ് നിന്ന് എടുത്തിട്ടുള്ള ഡേറ്റ ആവാം. ആൻഡ് എക്സ്റ്റേണൽ ഡേറ്റ പർച്ചേസ്ഡ് ഫ്രം തേർഡ് പാർട്ടീസ്, തേർഡ് പാർട്ടീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ ആയിരിക്കാം. അല്ലെങ്കിൽ എന്താണ്, മൈൻഡ് ഫ്രം ദ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഡേറ്റ ആവാം. The size of the database, DSS database will be vary based on need എന്നാണ്. DSS സോഫ്റ്റ്വെയറിന്റെ സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ നീഡ് അനുസരിച്ച് വേരി ചെയ്യും. ദ സൈസ് ഓഫ് ദ ഡേറ്റാബേസ് വിൽ വേരി ബേസ്ഡ് ഓൺ ദ നീഡ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താ, DSS ഡേറ്റാബേസ് ആണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താ, DSS ഡേറ്റാബേസ് ഡിഫറെന്റ് സോഴ്സസിൽ നിന്ന് ഡേറ്റകൾ കളക്ട് ചെയ്യുന്നു. ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ഇന്റർനെറ്റിൽ നിന്നാവാം, ഓർഗനൈസേഷന്റെ ഇന്റേണൽ ഡേറ്റ ആവാം, തേർഡ് പാർട്ടിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ ആവാം, അല്ലെങ്കിൽ എന്താ വിവിധ ആപ്ലിക്കേഷനുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഡേറ്റ ആവാം. അങ്ങനെയെല്ലാം ഡേറ്റ കളക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ്, ഈ ഡേറ്റാബേസിന്റെ സൈസ് എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ നീഡ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അടുത്തൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് മോഡൽ ബേസ് ആണ്. മോഡൽ ബേസ് മീൻസ് കളക്ഷൻ ഓഫ് മാത്തമെറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മോഡൽ ഫോർ ഐഡന്റിഫൈങ് ദ പ്രോബ്ലംസ് ആൻഡ് ദ ഡിറൈവിംഗ് അൾട്ടർനേറ്റീവ്സ്. അതായത് മോഡൽ ബേസിൽ വരുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് മാത്തമെറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മോഡൽസ് ആണ്. ഇതുപയോഗിച്ച് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ ബദല് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷന്റെ അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് നടക്കുന്നത് മോഡൽ ബേസിലാണ്. അപ്പൊ മോഡൽ ബേസിനകത്താണ് ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള എന്താണ് കാൽക്കുലേഷൻസ്, മാത്തമെറ്റിക്കൽ ആൻഡ് അനലിറ്റിക്കൽ കാൽക്കുലേഷൻസ് നടക്കുന്നത്. അടുത്തൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. ടു പ്രൊവൈഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു ദ യൂസേഴ്സ് എന്നാണ്. യൂസേഴ്സിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ.
അടുത്തൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ് ആണ്. യൂസർ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ഡാഷ്ബോർഡ്സ് ആൻഡ് അതർ യൂസർ ഇന്റർഫേസസ് ദാറ്റ് അലോ യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് ആൻഡ് വ്യൂ റിസൾട്ട്. അതായത് യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡിവൈസുമായിട്ട് ഹ്യൂമൻസും ഒരു കമ്പ്യൂട്ടറും ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റർഫേസ്, യൂസർ ഇന്റർഫേസിന് പറയുന്നത്. അപ്പം ഒരു ഡാഷ്ബോർഡ്സ് വഴിയൊക്കെ എന്താണ് യൂസേഴ്സുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഒരു സ്ക്രീനിൽ തന്നെ കാണിക്കുക, അതിനെയാണ് ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒരു സ്ക്രീനിൽ കാണിക്കുക. അപ്പൊ എന്താണ്, കൂടുതലായിട്ട് യൂസർ ഇന്റർഫേസ് ഉണ്ടായിരിക്കും, അതിന് കൂടുതലായിട്ട് ഇന്ററാക്റ്റീവും ആയിരിക്കും. അതാണ് യൂസർ ഇന്റർഫേസിൽ പറയുന്നത്. ഇവിടെ നമ്മൾ 4 കമ്പോണൻസ് പറഞ്ഞു. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ, അതായത് DSSൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. 4 കമ്പോണൻസ് ആണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് എന്താ, DSS ഡേറ്റാബേസ്. DSS ഡേറ്റാബേസ് ഡിഫറെന്റ് റിസോഴ്സസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുകയും അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അതാണ് DSS ഡേറ്റാബേസിനകത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താ, മോഡൽ ബേസ് ആണ്. മോഡൽ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് നടക്കുന്നത് മോഡൽ ബേസിലാണ്. അടുത്ത മൂന്നാമത്തെ എന്താ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസേഴ്സിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസിൽ പറയുന്ന. അടുത്ത എന്താ, നാലാമത്തെ യൂസർ ഇന്റർഫേസ് ആണ്. യൂസർ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂസേഴ്സും ഡിവൈസും അല്ലെങ്കിൽ ഒരു ഡേറ്റയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് യൂസർ ഇന്റർഫേസ് പറയുന്നത്. അങ്ങനെ 4 കമ്പോണൻസ് നമ്മൾ പഠിച്ചു. അടുത്ത റോൾ ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇൻ MIS. റോൾ ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇൻ MIS. Decision support system is a special class of system which facilitates decision making. എന്താണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്? എന്താ, ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് സിസ്റ്റം ആണ്. അതെന്താ, ഡിസിഷൻ സപ്പോർട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഡിസിഷൻ മേക്കിംഗ് ഈസ് ഡൺ അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഡിസിഷൻ മേക്കിംഗ് എന്താ, എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിന്റെ എല്ലാ ലെവലിലും നടക്കുന്നുണ്ട്. As in an organization, at each and every point and time, decisions are to be taken irrespective of their nature. Some decisions may be routine and programmed decisions, while other may be strategic and non-programmed decisions. എന്താണ്, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നു. അതിലെന്താണ്, റുട്ടീൻ. സം ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, റുട്ടീൻ ആയിരിക്കും, ഡെയിലി എടുക്കുന്നതായിരിക്കും. ചിലത് പ്രോഗ്രാംഡ് ആയിരിക്കും, എന്താണ്, ചിലത് സ്ട്രക്ചേർഡ് ആയിരിക്കും, നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് ഉണ്ടാവും. അങ്ങനെ എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഇൻവോൾവ് ദ പാക്കേജസ് വിച്ച് ഹെൽപ്പ് ദ മാനേജേഴ്സ് ടു ടേക്ക് റൈറ്റ് ആൻഡ് ടൈംലി ഡിസിഷൻസ്. മാനേജേഴ്സിന് റൈറ്റ് ആയിട്ടും ടൈംലിയും ഡിസിഷൻസ് എടുക്കാനായിട്ട് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും DSS തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് ഇവാലുവേറ്റ്സ്, അനാലിസിസ് ആൻഡ് പ്രോസസ് ആൻഡ് ഓർഗനൈസേഷൻ ഡേറ്റ ടു പ്രൊഡ്യൂസ് മീനിങ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് എന്താണ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ദാറ്റ് ഇവാലുവേറ്റ്, അത് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുന്നു. എന്തിനെ, ഓർഗനൈസേഷൻ ഡേറ്റേനെ. ടു പ്രൊഡ്യൂസ്, എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രൊഡ്യൂസ് മീനിങ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. എന്ത് ചെയ്തു, ആ ഡേറ്റേനെ, ഓർഗനൈസേഷണൽ ഡേറ്റേനെ അനലൈസ് ചെയ്ത് പ്രോസസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് മീനിങ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഓർഗനൈസേഷന് യൂസ്ഫുൾ ആയ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, Decision support system is an information system that supports business or organizational decision making activities. DSS എന്താണ്, ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നു. കൂടുതലായിട്ടും എന്താണ്, DSS ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നു. MIS സപ്പോർട്ട് സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ്, MIS സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിങ്ങിനാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രക്ചേർഡ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ അകത്തുള്ള ഒരു ചിട്ടയായ നടപടിക്രമങ്ങൾ ഫോളോ ചെയ്യുന്ന അങ്ങനെയുള്ള ഡിസിഷൻസിനെയാണ് മേക്ക് ചെയ്യുന്നതിന്, ഡിസിഷൻ മേക്കിങ്ങിനാണ് MIS സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ DSS ആണെങ്കിലോ അൺസ്ട്രക്ചേർഡ് ആൻഡ് സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. DSS സപ്പോർട്ട് അൺസ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻസ്. അൺസ്ട്രക്ചേർഡും സെമി സ്ട്രക്ചേർഡും ആയിട്ടുള്ള ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ, MIS പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു സപ്പോർട്ട് ഇന്റേണൽ ഓപ്പറേഷൻസ്. അതായത് ഇന്റേണൽ ഓപ്പറേഷൻസിന്, ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള ഇന്റേണൽ ഓപ്പറേഷൻസിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് MIS സപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനാണ്, ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള ഇന്റേണൽ
ആക്ടിവിറ്റീസിന് ആവശ്യമായ ഇന്റേണൽ ആയിട്ട് സ്വീകരിക്കേണ്ട ഡിസിഷൻസിന് ആവശ്യമുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് MIS കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ DSS ആണെങ്കിലോ DSS പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു സപ്പോർട്ട് സ്പെസിഫിക് സിറ്റുവേഷൻസ്. എന്താണ് ഇന്റേണൽ ആയിട്ടുള്ളതും പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് സിറ്റുവേഷൻസിൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും DSS ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ MIS യൂസസ് എ ലാർജ് വോളിയം ഓഫ് ഡേറ്റ ആസ് ദ ഇൻപുട്ട് ആൻഡ് ഗീവ്സ് ഔട്ട് എ സമ്മറൈസ്ഡ് റിപ്പോർട്ട്. എന്നാണ് MIS എന്താണ് ലാർജ് വോളിയം ഓഫ് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ലാർജ് വോളിയം ഓഫ് ഡേറ്റ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. എന്നാൽ DSS ആണെങ്കിലോ DSS യൂസ് ലോ വോളിയം ഓഫ് ഡേറ്റ ഫോർ ഡിസിഷൻ അനാലിസിസ്. ഡിസിഷൻ അനാലിസിസിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഡേറ്റ മാത്രമേ DSS യൂസ് ചെയ്യുന്നുള്ളൂ. MIS ഫോക്കസ് ഓൺ ഓപ്പറേഷണൽ എഫിഷ്യൻസി. എന്താണ് MIS കൂടുതലായിട്ടും എന്താണ് പ്രവർത്തനക്ഷമത, ഓർഗനൈസേഷന്റെ പ്രവർത്തനക്ഷമതയിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ DSS ആണെങ്കിൽ DSS ഫോക്കസ് ഓൺ മേക്കിംഗ് എഫക്റ്റീവ് ഡിസിഷൻസ്. എന്താണ് ഓർഗനൈസേഷൻ ആവശ്യമുള്ള എഫക്റ്റീവ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് DSS ഫോക്കസ് ചെയ്യുന്നത്. മിഡിൽ ആൻഡ് ലോ ലെവൽ മാനേജ്മെന്റ് യൂസ് MIS. എന്താണ് മിഡിൽ മാനേജ്മെന്റ്, ലോ ലെവൽ മാനേജ്മെന്റ്സും ആണ് കൂടുതലായിട്ടും MIS യൂസ് ചെയ്യുന്നത്. സീനിയർ മാനേജേഴ്സ് ആൻഡ് അനലിസ്റ്റ് യൂസ് DSS. DSS കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അനലിസ്റ്റുകളും സീനിയർ മാനേജേഴ്സും ആണ്. ഇതാ നമ്മൾ പറഞ്ഞത് MISഉം DSSഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതെന്താണ് ഈ രണ്ടും എന്താണ് MISഉം DSSഉം ഒരു ഓർഗനൈസേഷനകത്തുള്ള ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ്. ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് MIS കൂടുതലായിട്ട് സ്ട്രക്ചേർഡ് ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ DSS ആണെങ്കിലോ സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡ് ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ എന്താണ് MIS ഓപ്പറേഷണൽ എഫിഷ്യൻസിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ DSS ആണെങ്കിൽ എഫിഷ്യന്റ് ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. DSS എന്താണെന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സും കമ്പോണൻസും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ MIS എന്താണെന്നുള്ളതും ഫീച്ചേഴ്സും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് കൊടുക്കാൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.